ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, വീണ്ടും മറ്റൊരു പങ്കുവയ്ക്കലിന് വേണ്ടി ഞാൻ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവസാന കാലത്തേക്ക് വേണ്ടി, അന്ത്യകാലത്തേക്ക് വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാനൊരു പരിഹാര പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ലോകം മുഴുവൻ ഈ പരിഹാര മനോഭാവത്തോടുകൂടിയുള്ള പ്രാർത്ഥന ഉയരട്ടെ എന്നാണ് എല്ലാ ദർശനങ്ങളിലും പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുള്ളത്. അത് ഓരോ ദർശനങ്ങളിലും പറഞ്ഞത് നമുക്ക് പിന്നീട് കാണാവുന്നതാണ്. എല്ലാ സ്ഥലത്തും മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് അവസാന കാലത്ത് ദൈവത്തോടുള്ള നിഷേധം വർദ്ധിക്കും, മനുഷ്യരെല്ലാം അഹങ്കാരത്തിൻ്റെ നിറവിലായിരിക്കും, അനുസരണക്കേട് ക്രമാതീതമായി വർദ്ധിക്കും, ദൈവമില്ല എന്നുള്ളിടത്തോളം ആകും. അങ്ങനെയുള്ള ആ അന്ത്യകാലത്ത് ദൈവമേ, നമ്മൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങൾ തെറ്റുകാരാണ് എന്നുള്ള ബോധ്യം വന്ന് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് അനുതപിച്ച് പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ എന്നാണ് പരിശുദ്ധ അമ്മ പല പ്രത്യക്ഷീകരണങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. ഈ പരിഹാര പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടതെന്നൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ, പരിഹാര കൂട്ടായ്മകൾ, പരിഹാര ബലി എല്ലാം പരിഹാരമായി, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം, പാപികളുടെ മാനസാന്തരത്തിന്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം, എല്ലാം പരിഹാരമായിട്ട് മാപ്പ് ചോദിച്ചിട്ടുള്ള പ്രാർത്ഥന. അത് പ്രത്യേകം ഞാൻ വായിച്ച എല്ലാ പ്രത്യക്ഷീകരണങ്ങളും പറയുന്നുണ്ട്. ലോകം മുഴുവനിലും ഇതുപോലെ പരിഹാര മനോഭാവത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഉയർന്നാൽ ഒരു പക്ഷേ ശിക്ഷയുടെ കാഠിന്യം കുറയും, പരിശുദ്ധാത്മാവിൻ്റെ യുഗം വന്നെത്തും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ പരിഹാര പ്രാർത്ഥന ചൊല്ലാനുള്ള ബോധ്യം മനുഷ്യരിലേക്ക് കൊടുക്കുന്നത്. അതിന് നമ്മെ സഹായിക്കുന്നതാണ് പല പ്രത്യക്ഷീകരണങ്ങളിലും പരിശുദ്ധ അമ്മ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ നോക്കുകയാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ചില പുസ്തകങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാനിത് ഇത്ര വിശദമായിട്ട് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ആരിസാൻഡി പരിചയപ്പെടുത്തിയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പലരും എനിക്കത് സെൻഡ് ചെയ്തും അയച്ചു തന്നിട്ട് ആരിസാൻഡി പറഞ്ഞതാണോ എന്നൊക്കെ ഭയങ്കര ചോദ്യങ്ങളായിരുന്നു. ആലിസാൻഡി പരിചയപ്പെടുത്തിയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ കയ്യിൽ വെച്ചാൽ നല്ലതാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ ആ വന്ന മെസ്സേജുകളിൽ ഞാൻ പറയാത്ത പുസ്തകങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നിത് ഇത്രയും ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ടത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾ ശരിയായി വളരെ സാവധാനത്തിൽ വീഡിയോ കാണണം. ഞാൻ പരിചയപ്പെടുത്തി തന്ന ഏറ്റവും ആദ്യത്തെ ഒരു പുസ്തകമായിരുന്നു. ഇപ്പോഴൊന്നല്ല, ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി. ഇതിൻ്റെ മറ്റേ ഭാഗത്ത് ടൂറിനിലെ കച്ചയിലെ മുഖം. ഈ പുസ്തകമാണ് ഞാൻ ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അതിപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പാണ്. ഈ തിരുമുഖത്തോടുള്ള ഭക്തി അവസാന കാലഘട്ടത്തിൽ അത്യാവശ്യമായതാണ് എന്ന് നമുക്ക് ഇത് പുസ്തകം വായിച്ചാൽ അറിയാം. ദൈവനിഷേധം, ദൈവദൂഷണം, ഞായറാഴ്ചകളും മറ്റ് കടമുള്ള ദിവസങ്ങളും മാനിക്കാതെ പോകുന്നത്, അങ്ങനെ മൂന്ന് പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈശോയുടെ തിരുമുഖത്തോടുള്ള പരിഹാര പ്രാർത്ഥന അതൊക്കെ അടങ്ങുന്ന ഈ പുസ്തകം. ഇതാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണ്. ഇതിൽ പറയുന്നുണ്ട്, ഫാത്തിമായിൽ പറയുന്നതിന് മുമ്പേ തന്നെ 1840കളിൽ നിരീശ്വരവാദ കമ്മ്യൂണിസം വ്യാപകമാകുമെന്നതിനെക്കുറിച്ചും നിത്യമായി നശിച്ചു പോകുന്ന ആത്മാക്കൾക്കായി
പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഈശോ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. 1840കളിലെ ഈശോ സന്ദേശം കൊടുത്തിട്ടുള്ളതാണ്. ആ അവസാന കാലഘട്ടത്തേക്ക് ഈ പ്രാർത്ഥന വളരെയധികം നമുക്ക് ഉപകരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഈ ഭക്തി ശത്രുവിനെതിരെയുള്ള ആയുധമാണ്. അതുകൊണ്ട് തിന്മയ്ക്കെതിരെ ഈ ഭക്തകൃത്യത്തിൻ്റെ ശക്തി അത്രയ്ക്കും അധികമായതുകൊണ്ട് ഈ പരിഹാര പ്രവൃത്തി എല്ലാ ദേശത്തേക്കും വ്യാപിപ്പിക്കാനും അതിന് കഴിയാത്തിടങ്ങളെ ഓർത്ത് ദുഃഖിക്കണമെന്നും ഈശോ പറഞ്ഞു. അതായത് ലോകം മുഴുവൻ പഞ്ചഭൂഖണ്ഡങ്ങളിലേക്ക് ഈ ഒരു മനോഭാവം, ഞങ്ങൾ ദൈവത്തെ നിന്ദിക്കുന്നു, കൽപ്പനകളിൽ ലംഘിക്കുന്നു, പിതാവിനോട് മാപ്പ് പറയണം, മാപ്പ് പറഞ്ഞ് അനുദപിച്ച് പരിഹാര പ്രാർത്ഥന ചൊല്ലണം, പരിഹാര പ്രവൃത്തി, അത് വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി എന്ന് പറഞ്ഞ് കാലങ്ങൾക്ക് മുൻപേ എഴുതിയിട്ടുള്ള പുസ്തകം. ഇത് 1848 വിശുദ്ധ പത്രോസിൻ്റെ മേരി എന്ന സഹോദരിയുടെ പ്രാർത്ഥനകളാണ് ഇതിലുള്ളത്. വിശുദ്ധ പത്രോസിൻ്റെ മേരി സിസ്റ്റർക്ക് പറഞ്ഞു കൊടുത്തതാണ് ഇതിൻ്റെ പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കാണും. ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണ്. ഇതിൽ സ്വർണ്ണ അമ്പ് പ്രാർത്ഥനയുണ്ട്. എങ്ങനെയാണ് ആദ്യത്തെ ഈ മുഖം വന്നത്, ആ ചരിത്രം ഇതിലുണ്ട്. ഈ 1849 ഈശോയുടെ തിരുമുഖം പതിഞ്ഞ വെറോനിക്കയുടെ വസ്ത്രത്തിൻ്റെ തിരുശേഷിപ്പ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പൊതുവണക്കത്തിനായി വെച്ചപ്പോൾ 3 മണിക്കൂർ നേരത്തേക്ക് ജീവൻ തുടിക്കുന്ന വിധത്തിൽ ചെറിയ പ്രകാശത്തോടെ ഈശോയുടെ തിരുമുഖം അവിടെ ദർശനം കിട്ടി. അതിൽ നിന്ന് എടുത്തതാണ് ഈ ഛായാചിത്രം. പിന്നീടാണ് നമുക്ക് ടൂറിനത്തെ കച്ചയോട് തിരുമുഖത്തിൻ്റെ ഛായയുള്ള മുഖം വരുന്നതും അങ്ങനെ ഈ മുഖം നമുക്ക് വരുന്നത് ഈശോയുടെ. സഹോദരങ്ങളെ, അതിൽ നിങ്ങളുടെ കയ്യിൽ പുസ്തകം എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ചായമോ പെയിൻറ്റോ ഒന്നുമില്ലാത്ത ഒരു ഇതാണ് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ദർശനം. അപ്പോൾ ഇതാണ് ഞാൻ പരിചയപ്പെടുത്തിയ പുസ്തകം, ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ച്. ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ചുള്ള ഭക്തിയും ഈശോയുടെ തിരുമുഖ ജപമാല എന്ന് പറഞ്ഞും പല സ്ഥലങ്ങളിലും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാക്കിയെടുക്കുന്ന ജപമാല പുസ്തകവും തിരുമുഖ ഭക്തിയുടെ പുസ്തകമൊക്കെയുണ്ട്. ആലസ്യച്ച് പരിചയപ്പെടുത്തിയത് ആ പുസ്തകം ഒന്നുമല്ല, ഇതാണ് ആലസ്യച്ച് പരിചയപ്പെടുത്തിയത്. ഞാൻ ഒന്നും കൂടി നിങ്ങളോട് ക്ലിയർ ചെയ്യാണ്. ഞാൻ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള പ്രാർത്ഥനകളോ ഭക്താഭ്യാസങ്ങളോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല. ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥന ഒന്നും ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെ മരിച്ചുപോയ ഒന്നുകിൽ ദേവദാസന്മാർ, വിശുദ്ധന്മാർ, ഇവർക്ക് കൊടുത്തിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളും അതിൽ കൊടുത്തിട്ടുള്ള സന്ദേശങ്ങളും ആ പുസ്തകങ്ങളുമാണ് ഇന്ന് വരെ അനുസരിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അനേകം ആളുകൾ ഓരോ ഇടവക ബേസിലും ഇപ്പോൾ തിരുമുഖത്തിൻ്റെ ജപമാല ഉണ്ടാകാം, തിരുരക്തത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാകാം, അമലോത്ഭവ ജപമാല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകാം. അതൊന്നും ഞാൻ നിങ്ങൾക്ക് ഇതുവരെ പരിചയപ്പെടുത്തി തന്നിട്ടില്ല. ഇത് 1840കൾ മുതലുള്ള പ്രാർത്ഥനകളാണ് വിശുദ്ധ പത്രോസിൻ്റെ മേരിക്ക് കൊടുത്തതും. അതുപോലെ ഈ തിരുമുഖത്തോടുള്ള ജപമാല എന്ന് പറയുന്ന ജപമാലയും വിശുദ്ധ പത്രോസിൻ്റെ മേരിയാണ് ഇത് രചിച്ചത്, പരിഹാര ജപമാല. ശ്രദ്ധിക്കണം കേട്ടോ, അല്ലാണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരും എഴുതി ഉണ്ടാക്കിയിട്ടുള്ള പുസ്തകങ്ങളല്ല ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഇവരുടെ മെസ്സേജ് ആലിസാൻറ്റി പരിചയപ്പെടുത്തിയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ട് വന്ന അതിൽ തിരുമുഖത്തോടുള്ള ഭക്തി, തിരുമുഖ ജപമാല എന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങളുണ്ട്. ആത്മമിത്രം, ഇതൊന്നും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതല്ല. ഈ പുസ്തകങ്ങളൊന്നും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പക്ഷെ നിങ്ങളോട് വാങ്ങി വെക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പുസ്തകം ഇതായിരുന്നു. ഇതാണ് ആദ്യത്തെ പുസ്തകം. അപ്പോൾ ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവർക്കും വിശുദ്ധർക്കും കർത്താവ് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ പുസ്തകം പരിചയപ്പെടുത്തി തന്നതിലൂടെ നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്.
അതല്ലാതെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ രചിച്ച പുസ്തകങ്ങൾ ഞാനത് പറയാൻ തുടങ്ങിയാൽ എന്തുമാത്രം ഉണ്ടാവും. ഞങ്ങളുടെ ഇടവകയിലുണ്ട് അമലോത്ഭവ ജപമാല, അങ്ങനെ തിരത്തിൻ്റെ ജപമാല. ഇതൊക്കെ പരിചയപ്പെടുത്താൻ ഞാൻ ആളല്ല. കാരണം വിശുദ്ധരെന്ന് പറഞ്ഞിട്ടുള്ളവരും സഭ അംഗീകരിച്ചിട്ടുള്ള വിശ്വാസ സത്യം പോലെ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തന്നിട്ടുള്ളൂ. ഇതിൽ പറയുന്നുണ്ട് 1936 നോമ്പിൽ വാഴ്ത്തപ്പെട്ട മദർ മരിയ പിയറന ഡിമെഷലിക് ഈ കന്യാസ്ത്രീക്ക് കൊടുത്ത വെളിപാട് അനുസരിച്ചിട്ടാണ് ഈ ഷ്രൗവ് ട്യൂസ്ഡേ, അതായത് ആഷ് വെഡ്നെസ്ഡേയുടെ തലേ ബുധൻ തിരുമുഖത്തിൻ്റെ തിരുനാളായി കൊണ്ടാടാൻ പറഞ്ഞിട്ടുള്ളത്. അത് 12-ാം പിയൂസ് മാർപ്പാപ്പ അത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഷ്രൗവ് ട്യൂസ്ഡേ ആണ് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാൾ അന്നാണ് എന്ന് 1958 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ എഴുതിയുണ്ടാക്കിയിട്ടുള്ള ജപമാലയോ പുസ്തകമോ അല്ല ആലിസാൻഡി പ്രചരിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിവില്ലാണ്ട് കിടക്കായിരുന്നു. എനിക്കും ഇത് അറിവില്ലായിരുന്നു. കണ്ടു കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളെ അറിയിച്ചു ഇങ്ങനൊരു പുസ്തകം നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ചെറിയ പുസ്തകം, ഈ പുസ്തകമാണ് ഞാൻ പറഞ്ഞത്. ഇത് കിട്ടാനുള്ള കോണ്ടാക്റ്റ് നമ്പറാണ് 2 നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ പുസ്തകം ഇത് ഷാലോമിലാണ് ആദ്യം ഇറക്കിയിട്ടുള്ളത്, സോഫിയ ബുക്സ് പെരുവണ്ണാമൊഴി. പക്ഷെ ഇപ്പോൾ അതിൽ കിട്ടാനില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതുപോലത്തെ മറ്റൊരു പുസ്തകം, ഇതിൻ്റെ തന്നെ കണ്ടന്റ് ഉള്ള ഒരു പുസ്തകമാണ് ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ളത്. അതിൻ്റെ ജപമാലയും ഇതിൽ പറഞ്ഞിട്ടുള്ള ജപമാല, ഈ തിരുമുഖത്തിൻ്റെ ജപമാലയാണ് ആലിസാൻഡി പ്രചരിപ്പിക്കുന്നത്. ഇതിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളും എഴുതിയ പുസ്തകങ്ങളോ ജപമാലകളോ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിയിട്ടില്ല, ഇനി പരിചയപ്പെടുത്തൂല്ല. അത് അങ്ങനെ സഭ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ഓരോരുത്തരുടെ ഓരോ ഇടവകകൾക്ക് ആവശ്യമായിട്ട് ഓരോർക്ക് ഭീഷണി കിട്ടുമ്പോൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ബിഷപ്പുമാരും മറ്റവരൊക്കെ അംഗീകരിച്ച്. പക്ഷെ ഇതൊക്കെ വിശുദ്ധരായിട്ടുള്ള വ്യക്തികളുടെ ദർശനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. മാർപ്പാപ്പന്മാർ ഇത് സത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ പുസ്തകം കിട്ടാൻ നിങ്ങൾ വേറെ ബുക്ക് സ്റ്റോളുകളിലേക്കൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ഷാലോമിൽ വിളിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ തന്ന 2 ഫോൺ നമ്പറുകളിൽ വിളിക്കരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ നേരിട്ട് ഫോൺ വിളിക്കരുത്. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവർക്ക്. ഈ നമ്പറുകളിലൊക്കെ വാട്സാപ്പ് ഉണ്ട്. ആ വാട്സാപ്പ് ഫിക്സ് ചെയ്ത് അതിലൂടെ നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്ത് മെസ്സേജ് ഇടുക. ഞങ്ങൾക്ക് ഇങ്ങനെ തിരുമുഖത്തിൻ്റെ പുസ്തകം വേണം, ഒരു ജപമാല വേണം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എന്താ ഉള്ളത്, വെന്തിങ് വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്. മെയിനായിട്ട് ഇതും അജാത ശിശുക്കളുടെ ജപമാലയാണ് അവർ പ്രചരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഫോൺ നമ്പറുകൾ വിളിച്ചിട്ട് നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന, നിങ്ങളുടെ നിയോഗങ്ങളൊന്നും കൊടുക്കാനുള്ള ഒരു ഫോൺ നമ്പർ അല്ല ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആലിസജിയുടെ ഏക ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അന്ത്യകാലം അടുത്തു വരുമ്പോൾ, ഈ അന്ത്യകാലത്തേക്ക് ഞാൻ ഉണ്ടാവില്ല, നിങ്ങളും ഉണ്ടാകില്ലായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ നമ്മൾ നമ്മെ തന്നെ ഒരുക്കണം. നമ്മുടെ അന്ത്യം വന്നാൽ അന്ത്യകാലമായല്ലോ. പിന്നെ പൊതുവായിട്ട് വരുന്ന അവസാന കാലം. ഈ അവസാന കാലഘട്ടത്തേക്ക് മനുഷ്യരെ എളിമപ്പെടുത്താനും മനുഷ്യരാണ് തെറ്റ് ചെയ്ത് പിതാവിൻ്റെ കയ്യിൽ നിന്ന് കോപം വരുത്തി വയ്ക്കുന്നതെന്ന് ബോധ്യം നൽകാനും ഈ മാതാവ് 400-500 വർഷങ്ങൾക്ക് മുമ്പേ ഇത് പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനങ്ങൾ ഇങ്ങനെ വെണ്ണീറിട്ട് മൂടിക്കെടുക്കായിരുന്നു. അതൊന്ന് തട്ടിക്കുടഞ്ഞ് എടുത്ത് നിങ്ങൾക്ക് എത്തിക്കുന്നു. അത്രയേ ഉള്ളൂ എൻ്റെ ഡ്യൂട്ടി. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഈ പരിഹാര പ്രാർത്ഥനയും ഈ തിരുമുഖത്തോടുള്ള ഓരോ കാലഘട്ടത്തിൽ. തിരുമുഖത്തിൻ്റെ ഭക്തി ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. എത്രയോ പണ്ട് ചാവറപ്പിതാവിൻ്റെ കാലത്ത്. അതിനേക്കാൾ ഒരു ഇതിലത്തെ നമ്പറുകൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴാണിത് വന്നിരിക്കുന്നത്. അതും ഈ കാലഘട്ടത്തേക്ക് വേണ്ടിയിട്ടാണ്. ഇത്ര ദൈവനിഷേധവും കമ്മ്യൂണിസ്റ്റ് ഈ കാലഘട്ടത്തിലാണ് വരാൻ പോകുന്നത്. അതെത്ര വർഷങ്ങൾക്ക് മുമ്പ് മാതാവ് സന്ദേശം കൊടുത്തു. പരിഹാര പ്രവൃത്തി, പരിഹാര ജപമാല. അതാണ് ഈ പുസ്തകത്തിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വേറെ ഒരു തിരുമുഖത്തോടുള്ള ഭക്തിയും ഒരു തിരുമുഖ ജപമാലയും ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞു തന്ന തിരുമുഖത്തിൻ്റെ പുസ്തകം. ഇത് കിട്ടാൻ ആ 2 ഫോൺ നമ്പറുകളിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്താൽ മതി.
പിന്നീട് ഞാൻ സിജോയുടെ കാത്തലിക്കൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ കിട്ടും. അപ്പോൾ ഇപ്പോൾ വരുന്ന മെസ്സേജുകളിൽ ഞാൻ പറയാത്ത ഒരു ആത്മമിത്രം, പിന്നെ ഈ തിരുമുഖത്തോട് ഭക്തി എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അത് ഈ പുസ്തകമല്ല. അപ്പം അത് ശരിയല്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല ആ പുസ്തകത്തിൽ. ഇതല്ലേ ഞാൻ പറഞ്ഞത്, ഇതാണ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അതുപോലെ പിന്നെ ഞാൻ ഞാൻ ഒന്ന് നിങ്ങൾക്ക് വരിയായിട്ട് പറയണം. ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ ഇമ്മാക്കുലിയുടെ ലെഫ്റ്റ് ടു ടെൽ, അത് ഞാൻ വായിക്കാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. എല്ലാ പുസ്തകങ്ങളും ബുക്ക് സ്റ്റോളുകളിലത്തെ വായിക്കാൻ പറയാൻ ഞാൻ ആളല്ല. കാരണം ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് വായിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചൊക്കെ ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ പുസ്തകം ഇമ്മാക്കുലി എഴുതിയ കിബ്ഹോയിലെ സഗദാഷ്യ, ഈശോയെ കണ്ടുമുട്ടിയ ബാലൻ. ഇതാണ് ഞാൻ പിന്നെ ഇതിൻ്റെ ഈ പുസ്തകം ഫുള്ള് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, വായിച്ചു തന്നിട്ടുണ്ട്. സഗദാഷ്യ ഈ പുസ്തകമാണ് പിന്നെ ഞാൻ വാങ്ങി വെച്ചാൽ നല്ലത് എന്ന് പറഞ്ഞത്. ഇതിൽ ഈ സഗദാഷ്യ ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യകാലത്തെക്കുറിച്ചും പലതും ഈശോ നേരിട്ട് വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തിരുസഭ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ പ്രത്യക്ഷീകരണത്തിൽ ഈ കുട്ടിക്ക് 11 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ റുവാണ്ടയുടെ കൂട്ടക്കൊലയും എല്ലാം സംഭവിച്ചു. ഇനി അടുത്തത് സംഭവിക്കാൻ വരുന്നത് എന്താണെന്നോ ഇതാണ് പറഞ്ഞത് ഈ സഗദാശിയോട്. ഇത് ഞാൻ നിങ്ങൾക്ക് ഫുൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ പറയുകയാണ്, പാപത്തിൽ നിന്ന് പിന്തിരിയാത്തവർ ശിക്ഷിക്കപ്പെടും. ലോകമെമ്പാടുമുള്ള സകലരെയും അറിയിക്കുക, ഇന്നു മുതൽ പരിഹാര പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കുക, അനുദപിക്കുക, പ്രാർത്ഥിക്കുക. കാരണം പിശാച് ഭൂമുഖമെമ്പാടും എത്തിച്ചേർന്ന് നന്മയിൽ നിന്നും മനുഷ്യവംശത്തിനെ വ്യതിചലിപ്പിക്കാനുള്ള ശ്രമം ഉടനടി ആരംഭിക്കും. ഇത് ഇവനോട് പറഞ്ഞിട്ടുള്ളതാ. ഏത് കാലഘട്ടത്തിലാണെന്നറിയോ? അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 1900-ലാണല്ലോ ഈ റുവാണ്ടൻ കൊലപാതകം നടക്കുന്നത്. 1994-ലാണ് നടക്കുന്നത്. ഇത് നടക്കുന്നതിനേക്കാളും മുൻപ് 15-ാം വയസ്സിൽ ഈ ഈശോ ഈ കുട്ടിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പഠിപ്പുമില്ലാത്ത ആളുകളെയാണ് ഇങ്ങനത്തെ മെസ്സേജ് പറയാൻ ഈശോ തിരഞ്ഞെടുക്കുന്നത്. കാരണം അത്രയും വിവരമില്ലാത്ത ആളുകൾ ഇത്രയും വലിയ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാം അത് അവരുടെ ബുദ്ധിയിൽ നിന്നല്ല എന്ന്. ഈശോ എന്ന ആളെ പോലെ അറിയാത്തൊരു കുട്ടിക്കാണ് ഈശോ സന്ദേശം കൊടുത്തത്. അതുപോലെ ആ റുവാണ്ടൻ കൂട്ടക്കൊലയിൽ ഈ കുട്ടി മരിച്ചു, സഗദാഷ്യ. വിശുദ്ധനെന്നായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ പ്രത്യക്ഷീകരണങ്ങളെല്ലാം സത്യമാണെന്ന് സഭ അംഗീകരിച്ചിട്ടുള്ളത്. ഇതും എന്തുകൊണ്ടോ ആളുകളുടെ മനസ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് എൻ്റെ കയ്യിൽ എത്തിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇതൊരു നല്ല പുസ്തകമാണ്. കാരണം ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യവംശത്തിൻ്റെ അവസാന ദിനം എന്ന് പറയുന്നത് എൻ്റെ 2ാം വരവിൻ്റെ ദിനമാണ്. ഓരോ ദിവസം അവസാനിക്കുമ്പോൾ ഓരോ വ്യക്തിയും ചിന്തിക്കട്ടെ, എൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ഭയപ്പെട്ട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, നന്മ ചെയ്യുക, ദൈവസ്നേഹത്തിലായിരിക്കുക, പരിഹാര പ്രവൃത്തികൾ ചെയ്യുക, പ്രായശ്ചിത്തം അനുഷ്ഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു പുസ്തകം. ആദ്യം തിരുമുഖത്തിൻ്റെ ഭക്തിയുടെ പുസ്തകം പറഞ്ഞു, പിന്നെ സഗദാഷ്യ, ഈശോയെ കണ്ടുമുട്ടിയ ബാലൻ. ഇതിപ്പോൾ കിട്ടാനില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി 2ാമതും അവർ നോക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദിസ് ബുക്ക് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഏഞ്ചൽ ബുക്സ് എന്നാണ്. അതിൻ്റെ ഫോൺ നമ്പർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഏഞ്ചൽ ബുക്സിൽ നിന്നാണ്. അപ്പോൾ ഇത് ആ ബുക്ക് നോക്കി അന്വേഷിച്ച് വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാലോമിലോ ഇന്ന ബുക്ക് സ്റ്റോളൊന്നൊന്നുമില്ല. ഇപ്പോൾ വേലുപ്പാടത്തുണ്ട് ഒരു ബുക്ക് സ്റ്റോള്, തൃശ്ശൂർ പുത്തമ്പള്ളിയിലുണ്ട്, അതുപോലെ അരമനയുടെ ബുക്ക് സ്റ്റോളുണ്ട്, എറണാകുളത്തുണ്ട്. നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നോ അവിടുത്തെ ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോളുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കാം. അല്ലാതെ ഒരു ബുക്ക് സ്റ്റോളിന് മാത്രമായിട്ട് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുള്ളതൊന്നല്ല. എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. എനിക്ക് ആകെ ഒരു കണക്ഷനേ ഉള്ളൂ, പിതാവായ ദൈവത്തിലേക്ക് മനുഷ്യരെ എത്തിക്കണം. പിതാവായ ദൈവത്തിനെതിരെ മനുഷ്യർ പാപം ചെയ്തു, ഈ ഒരു ബോധ്യം മനുഷ്യ മനസ്സിലേക്ക് എത്തിക്കണം.
എന്നിട്ട് നിങ്ങൾ അനുദപിക്കണം, നമ്മൾ അനുദപിക്കണം, നിങ്ങളല്ല നമ്മൾ അനുദപിക്കണം, മാപ്പ് പറയണം, പരിഹാര പ്രവൃത്തി ചെയ്യണം. അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തന്ന രണ്ടാമത്തെ പുസ്തകം ഇതാണ്, ഈ സെഗദാശിയുടെ പുസ്തകം. ആദ്യം ഈശ്വര തിരുമുഖത്തിൻ്റെ പുസ്തകം. അത് ഈ കാലഘട്ടത്തിലത്തെ അല്ല എന്ന് വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ്. കാരണം പലരും എന്നെ വിളിച്ചു ചോദിച്ചു, തിരുമുഖത്തിൻ്റെ ഭക്തി എന്ന് പറഞ്ഞ് ഇങ്ങനൊരു പുസ്തകം ഉണ്ടല്ലോ, തിരുരക്തത്തിൻ്റെ പുസ്തകം എന്നിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനൊരു ജപമാല ഉണ്ടല്ലോ, അതാണ് ചെല്ലുന്നത്, അതിന് പകരം ഇതാണോ ചെല്ലേണ്ടത്? ഞാൻ ഇതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ഇത് മാർപ്പാപ്പന്മാരെ അംഗീകരിച്ചിട്ടുള്ള വിശ്വാസ സത്യം വാഴ്ത്തപ്പെട്ട ആ സിസ്റ്ററിന് കൊടുത്തിട്ടുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുന്നത്. അതാണ് നമ്മൾ ഷ്രവ് ട്യൂസ്ഡേക്ക് വേണ്ടി ഒരുങ്ങേണ്ട പുസ്തകം. പിന്നെ എല്ലായിടത്തും എല്ലാ ഇടവകകളിലും എൻ്റെ ഇടവകയിലും ഒക്കെ ഉണ്ട് അമലോത്ഭവമാല അടിച്ചിറക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞ് ഇന്നത് ചെയ്യുക എന്ന് ഓരോരുത്തരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, അതാണ് ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഈ പുസ്തകം ഒരു പുസ്തകം അത് നിങ്ങൾ സ്വന്തമാക്കി വാങ്ങണം. ആ കോണ്ടാക്ട് നമ്പറിൽ ഫോൺ വിളിക്കാതെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുക, ഞങ്ങൾക്ക് ഇന്ന സാധനങ്ങൾ വേണമെന്ന്. നമ്മുടെ പരാതികളോ നമ്മുടെ ഭൗതികമായ നിയോഗങ്ങളോ മധ്യസ്ഥ പ്രാർത്ഥനയോ നടത്തുന്ന ഒരു വ്യക്തികളല്ല അവരവരുടെ സന്മനസ്സുകൊണ്ട് ഇത് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി അവർ കുത്തിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ ജോലിയുള്ളവരും തളർന്നെടുക്കുന്ന അമ്മമാർ, വീട്ടിലുള്ളവർ, ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെയുള്ളവരാണ് അവർ. അതുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഫോൺ ചെയ്ത് ശല്യം ചെയ്യരുത്, മെസ്സേജ് ഇടുക. ഒരു പുസ്തകം ഇതാണ് പറഞ്ഞത്. മറ്റൊരു പുസ്തകം സെഗദാശിനെ കുറിച്ചുള്ള പുസ്തകമാണ്. ഇനി അടുത്ത പുസ്തകം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നത് ദൈവദാസി ലൂയിസ പിക്കറേത്തയ്ക്ക് ഈശോനാഥൻ വെളിപ്പെടുത്തി കൊടുത്ത പീഡാനുഭവ ധ്യാനമാണ്. 24 മണിക്കൂർ, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം, അത് വ്യക്തമായിട്ട് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടും. ഇത് ഭയങ്കരമായ പീഡാനുഭവ ധ്യാന പുസ്തകമാണ്. ഞാൻ എങ്ങനെയാണ് ഓരോ മണിക്കൂർ കൊണ്ടുപോകണമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇതും ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഏഞ്ചൽ ബുക്സ് എന്നാണ് കാണുന്നത്. ഞാൻ ഈ പുസ്തകത്തിൽ കാണുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. എനിക്കിതായിട്ട് ഏഞ്ചൽ ബുക്സ് എവിടെയാണ് എന്താണ് എനിക്കൊന്നും അറിയില്ല. ഇതിൽ കാണുന്നു, ആ നമ്പറാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഏഞ്ചൽ ബുക്സിൻ്റെ നമ്പർ ഇതിൽ കാണുന്നത് 9495609222. അപ്പം നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് നോക്ക്. ഇല്ലെങ്കിൽ ശാലോമിലിക്കോ എവിടെയെങ്കിലുമൊക്കെ വിളിക്ക്. അല്ലെങ്കിൽ ഈ നേരത്തെ തന്ന സിജോ കത്തോലിക്കൻസിൻ്റെ ബുക്ക് എടുക്ക്, നമ്പർ എടുക്ക്. പിന്നെ ഓരോ പ്രദേശത്തുള്ള ബുക്ക് സ്റ്റോറുകളിലൊക്കെ വിളിച്ചറിയിക്കുക. അപ്പോൾ അവർക്കൊക്കെ അറിയുമായിരിക്കും ഇതാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പുസ്തകം കേട്ടോ. ഇതിൽ ഓരോ മണിക്കൂറും ഈശോ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് ലൂയിസയോട് വെളിപ്പെടുത്തുന്നുണ്ട്. ലൂയിസയുടെ കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈ പുസ്തകവും ഇതുപോലെ വിശുദ്ധ പത്താംപിയൂസ് മാർപ്പാപ്പയും വിശുദ്ധ ആനിബോളും ഈ ലൂയിസയുടെ വീട്ടിൽ ചെന്ന് ഈ പുസ്തകം മുട്ടിമ്മ നിന്ന് വായിക്കണം എന്നാണ് പറഞ്ഞത്. ഇതും അതുപോലെ സഭയുടെ ആധികാരികമായിട്ടുള്ള അംഗീകാരമുള്ളൊരു പുസ്തകമാണ്. വിശുദ്ധ പത്താംപിയൂസ് അംഗീകരിച്ചിട്ടുള്ള പുസ്തകമാണിത്. ഇതിലത്തെ ധ്യാനം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഈശോയുടെ പീഡാനുഭവങ്ങളെ ഓർക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഈശോ പറഞ്ഞു, ഇങ്ങനെ 24 മണിക്കൂറും പരിഹാര മനോഭാവത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ ലോകത്തുണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. എന്തിനാണെന്നറിയോ? അന്ത്യകാലത്തിന് ഒരുക്കമായിട്ട്. അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഈ പുസ്തകം പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ അലിസാൻഡി പരിചയപ്പെടുത്തിയ ഒരു പുസ്തകമാണ് ഈ ലൂയിസ പിക്കറേത്തയുടെ പുസ്തകം. അതുപോലെ അടുത്ത ഒരു പുസ്തകം ഈ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ പരിചയപ്പെടുത്തി തന്നതാണ് വാഗ്ദാന പേടകം. പരിശുദ്ധ ജപമാല സഹോദര സഖ്യം കേരള റീജിയൻ, ഫാദർ ഷാജൻ തേർമഠം. ഇങ്ങനെയാണ് ഇതിൽ കാണുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്ത് വാഗ്ദാന പേടകം, ഇതിൻ്റെ ഉൾഭാഗത്ത് ഡിസ്ട്രിബ്യൂഷൻ സോഫിയ ബുക്സ് പെരുവണ്ണാമൂഴി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അന്വേഷിച്ചാൽ കിട്ടും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ബുക്ക് സ്റ്റോറുകളിലൊക്കെ നോക്കാം, എവിടെയാണ് കിട്ടുന്നതെങ്കിൽ വാങ്ങാം. ഇതിൻ്റെ പ്രത്യേകത ഓരോ സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതിന് ചുരുക്കമായിട്ട് അതിലെ സന്ദേശങ്ങൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടാനായിട്ട് കഴിയും. ഞാൻ ഈ പുസ്തകം കുറച്ചേ വായിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ വായിച്ചു വരികയാണ്.
അതിനിടയിൽ എനിക്ക് കുറേ പുസ്തകങ്ങൾ വന്ന കാരണം ഞാനത് വായിക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ പരിചയപ്പെടുത്തിയത് ഈ പുസ്തകമാണ്. ഇത് വാങ്ങുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമുക്ക് ഓർമ്മയിൽ കിട്ടില്ല. അപ്പം ഞാൻ മൂന്നാമത്തെ പുസ്തകം പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഏറ്റവും ആദ്യത്തെ ചെറിയ പുസ്തകം തിരുമുഖത്തിൻ്റെ, പിന്നെ സെഗദാഷിയുടെ, പിന്നെ ലൂയിസ പിക്കറത്തയുടെ, പിന്നെ ഈ വാഗ്ദാന പേടകം. ഇന്ന് ഞാനൊരു പുസ്തകത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നുണ്ട്. നമ്മൾ ലൂയിസ പിക്കറത്തയ്ക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് പരിഹാര പ്രവൃത്തി ചെയ്യാനും അനുദപിക്കാനും പ്രായശ്ചിത്തം ചെയ്യാനൊക്കെയാണ്. അവിടെ നമ്മൾ നമ്മുടെ 24 മണിക്കൂർ എങ്ങനെ കൊണ്ടുപോയി എന്ന് നമുക്ക് മനസ്സിലായി. ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല, 6 കുട്ടികളുടെ അമ്മയായ ഒരു കർമ്മലീത്ത 3ാം സഭ അംഗത്തിൻ്റെ ഡയറി, എലിസബത്ത് സാൻഡോ, 1913 മുതൽ 1985 വരെയുള്ള കാലഘട്ടം. ഇതാണ് ആ പുസ്തകം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകം ഇതാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, ഈ ഒരു ആത്മാവിനോട്, എലിസബത്ത് സാൻഡോയോട് ഈശോ ഇതും സോഫിയ ബുക്സ് പെരുവണ്ണാമൂഴി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതിൽ ഈ സഹോദരി 6 കുട്ടികളുടെ അമ്മയായിട്ട് വിധവയായി ജീവിതം വഴിമുട്ടിയിട്ടുള്ളതാണ്. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് എന്നോട് ഭയങ്കര സാമ്യമുള്ളതുപോലെ. ഇതിലത്തെ ചിന്തകളൊക്കെ എനിക്ക് വന്നു പോയിട്ടുണ്ട്. ഇവരും ആത്മഹത്യ ചെയ്യാമായിരുന്നു വിചാരിച്ചിട്ടുണ്ട്. കുട്ടികളെ ഓർത്താണ് ഇവർ ചെയ്യാതിരുന്നത്. നമ്മൾ കുറേയൊക്കെ പ്രഘോഷിക്കും ഒക്കെ ചെയ്യുമെങ്കിലും ജീവിതത്തിൽ സാമ്പത്തികം ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ കുറേ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴൊക്കെയാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നതും അത് സന്തോഷത്തോടുകൂടി എടുക്കാനൊക്കെ എനിക്ക് പിന്നീട് സാധിച്ചത്. അല്ലാത്ത സമയത്ത് നമ്മൾ കൈവിട്ടു പോവും നമുക്ക്. കാരണം നമ്മളെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റണ്ടേ. അങ്ങനെയുള്ള അവസ്ഥ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണിത്. ഇവരുടെ പുസ്തകത്തിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള സന്ദേശങ്ങളനുസരിച്ച് നമ്മുടെ ദിവസങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. വളരെ നല്ല സംഭവമാണ് ദിവസങ്ങൾ നമ്മുടെ. അതിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞെ നിൻ്റെ ദിവസങ്ങൾ ഞാൻ ക്രമീകരിക്കാം. അതിൽ 36-ാമത്തെ പേജിൽ 1-ാമത്തെ തിങ്കളാഴ്ച അത് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞത്. തിങ്കളാഴ്ച ദിവസം നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയാണ് പരിഹാരം ചെയ്യേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അതുപോലെ ഉപവസിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ വലിയ അനുഗ്രഹങ്ങളാണ് ഈശോ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ചൊവ്വാഴ്ച നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി. അതുപോലെ ഏറ്റവും വലിയ സംരക്ഷകൻ വിശുദ്ധ ഔസേപ്പിതാവാണ് എന്ന് എടുത്തു പറയുന്നുണ്ട്. ഔസേപ്പിതാവാണ് ഏറ്റവും വലിയ സംരക്ഷകൻ. ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാൻ മടിക്കരുത്. എൻ്റെ സ്വർഗീയ മധ്യസ്ഥന ഔസേപ്പിതാവാണ്. ഔസേപ്പിതാവിന് ഭയങ്കര പവറുണ്ട്. കാരണം എന്താണെന്നറിയോ? നീ ഇത് ചെയ്യണ്ടടാ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല. കാരണം ദൈവം അദ്ദേഹത്തിൻ്റെ പുത്രനാണ്, വളർത്തുപുത്രൻ. വളർത്തപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നീ ഇപ്പോൾ അനുഗ്രഹം ഒന്നും കൊടുക്കണ്ട എന്ന് മേരിയോട് പറഞ്ഞാൽ മേരി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പോലെ ഔസേപ്പേ നിൻ്റെ ദാസി എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കും. അത്ര പവർഫുള്ളാണ് ഔസേപ്പിതാവിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥനകൾ കൊണ്ടു ചെന്നാൽ. അതുകൊണ്ട് ഔസേപ്പിനെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് ഈശോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബുധനാഴ്ച ദൈവവിളിക്കായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ വ്യാഴാഴ്ച ദിവ്യകാരുണ്യത്തിനുള്ള പ്രായശ്ചിത്ത ദിവസമായിട്ട് ആചരിക്കണം. അന്ന് ആരാധന നടത്തണം. ഇതൊക്കെ പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ. വെള്ളിയാഴ്ച നമ്മുടെ ഹൃദയം നിറയെ സ്നേഹമായിട്ട് ഈശോയുടെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കണം. ശനിയാഴ്ച പറയാണ് നമ്മുടെ അമ്മയുടെ ദിവസം. ഈശോ പറഞ്ഞത് അവളെ ഈ ദിവസം പ്രത്യേകമായി വണങ്ങണം. ഞായറാഴ്ചത്തേക്ക് പ്രോഗ്രാമൊന്നും ഈശോ പറഞ്ഞില്ല. അപ്പോൾ ഇതിലിങ്ങനെയൊരു സംഭവം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം. ഇപ്പോൾ പുസ്തകം പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ സന്ദേശങ്ങളിൽ 6 കുട്ടികളുടെ അമ്മയ്ക്കും ഈശോ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന്. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. അതിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുറേ പറയുന്നുണ്ട്. അതുപോലെ സാത്താൻ നമ്മുടെ കൃപകളുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തും. അവൻ പല വഴിക്കും ജപമാല, ഭക്തി, ഉത്തരീയമൊക്കെ നിരാകരിക്കും. അതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. അതുപോലെ
ഒന്നാം വെള്ളി, ഒന്നാം ശനി ആചരണങ്ങളൊക്കെ നിന്നുപോയി. ഇതൊക്കെ പല സന്ദേശങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യ വെള്ളി, ആദ്യ ശനി ആചരണങ്ങൾക്ക് ഭയങ്കര പ്രത്യേകതകളുണ്ട്. അതൊന്നും ഇന്നില്ല. അതുപോലെ വിശുദ്ധരുടെ കൂട്ടായ്മ, മാലാഖമാരുടെ സഹായം, അതൊന്നുമില്ല. അതൊന്നും വേണ്ട. സ്വർഗല്യ, നരകൂല്യ, ശുദ്ധീകരണസ്ഥലും ഇല്ല. ഇങ്ങനെയാണ് സഭ ദുർബലയായിക്കൊണ്ടിരിക്കുന്നത്. അമ്മ മാതാവ് പറഞ്ഞു, അനുദപിക്കാൻ, പരിഹാര പ്രായച്ചിത്തങ്ങൾ അനുഷ്ഠിക്കാൻ, കൂദാശ ജീവിതം നയിക്കാൻ. ഇതും അന്ത്യകാലത്തിലെ ഒരു സന്ദേശമാണ്. ഇതിലുണ്ട് കുറേ കാര്യം. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം. അപ്പം ഞാൻ ഇത്രയും പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് വാങ്ങി വെക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. 3 പുസ്തകം, ഏകദേശയുടെ പുസ്തകം, ലൂയിസ് അപ്പിക്കരത്തയുടെ പുസ്തകം, പിന്നെ വാഗ്ദാന പേടകം. ഇപ്പോൾ ഞാനിതും പറഞ്ഞു. 4 പുസ്തകങ്ങൾ. ഇത്രയും ആലിസാൻറ്റി പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ തിരുമുഖത്തിൻ്റെ, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതല്ല, തിരുമുഖ ഭക്തി. അതിൽ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഇത് വാഴ്ത്തപ്പെട്ടവർ രചിച്ച പുസ്തകമാണ് ആലിസാൻറ്റി പരിചയപ്പെടുത്തുക. അന്ത്യകാലത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നമുക്ക് കേൾക്കാം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ പരിഹാര പ്രാർത്ഥന എൻ്റെ ബൈബിളിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാനത് അച്ചടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് അച്ചടിച്ച് വീട്ടിൽ വെച്ചിരിക്കുക. എന്നാൽ കഴിയുന്നത് എന്നോട് ഈശോ ചോദിക്കില്ലേ, നീ ഇത് അറിഞ്ഞിട്ട് എന്തേ ഇത് എത്തിക്കാഞ്ഞ്? എനിക്ക് ഇത്രയേ പറ്റുള്ളൂ. പിന്നെ എൻ്റെ വാട്സപ്പിൽ വേണമെന്നൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. പരിഹാര പ്രാർത്ഥന ചെയ്താൽ എല്ലാം ശരിയാവും. മാപ്പ് പറഞ്ഞ് തലമുറയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇനി എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പങ്കുവയ്ക്കാനുണ്ട്. ഈ കാലഘട്ടത്തിൽ വ്യാജ പ്രവചനങ്ങളും വ്യാജ ഡിവോഷനുകളും വ്യാജ ഭക്തികളും പ്രചരിക്കുന്ന കാലമാണ്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് വിവേകപൂർവം നമ്മൾ ഏതിൻ്റെ പിന്നാലെയാണ് പോകുന്നത്? വിവേകപൂർവം വേണം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്കൊരു കാര്യം വ്യക്തമായി ബോധ്യം തരാനുള്ളത്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, യേശു ഏകരക്ഷകൻ, പരിശുദ്ധ അമ്മ ദൈവമാതാവ്, ദൈവകരുണയുടെ അമ്മ, ദിവ്യകാരുണ്യത്തിൻ്റെ സ്ത്രീ, അമലോത്ഭവ. ഈ വിശ്വാസ സത്യങ്ങളൊക്കെ പലരെ കൂടെ പ്രത്യക്ഷപ്പെട്ട് തന്നിട്ടുള്ളതാണ്. ഈ ലോകത്തിലേക്ക് ദൈവകരുണ ഒഴുകിയിറങ്ങുന്നത് വിശുദ്ധ ഫൗസ്റ്റീനമ്മയിലൂടെ തന്ന പ്രാർത്ഥനകൾ കരുണക്കൊന്ത. ഇനി ഈ ഡിവോഷനുകളെയെല്ലാം മറികടക്കുന്ന രീതിയിൽ പല വ്യാജമായിട്ടുള്ള ഡിവോഷനുകളും ഇപ്പോൾ വന്നിട്ടുണ്ട്. എൻ്റെ വാട്സപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ പലർക്കും പല സന്ദേശങ്ങൾ കിട്ടുകയാണിപ്പോൾ. ആർക്കാണ് എന്താണ് കിട്ടുന്നതിന് ബോധ്യമൊന്നുമില്ല. സന്ദേശം കിട്ടുന്ന ഉടനെ തന്നെ ബുക്കടിച്ചേർക്കും. പക്ഷേ ഈ സന്ദേശങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, ഈ പണ്ട് വന്ന ഫൗസ്റ്റീനമ്മയിലൂടെയും ഫാത്തിമയിലൂടെയും പല പല പ്രത്യക്ഷീകരണങ്ങളിലൂടെയും വന്ന സന്ദേശങ്ങൾ തന്നെയാണ് വീണ്ടും ചെറിയൊരു സെൻറ്റൻസ് വ്യത്യാസപ്പെടുത്തി അല്ലെങ്കിൽ അങ്ങനെ മാറ്റം വരുത്തി ഇതിൽ പുതിയ സന്ദേശം എന്ന രീതിയിൽ സന്ദേശം കിട്ടി എന്ന് പറഞ്ഞ് കുറേ ഡിവോഷനുകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ തിന്മയുടെ കരങ്ങളുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം ഒറിജിനലായിട്ട് നമ്മുടെ സഭ നമുക്ക് സത്യമാണെന്ന് പറഞ്ഞ കരുണയുടെ ഡിവോഷനൊക്കെ വഴി മാറിയിട്ട് വേറൊരു കരുണയുടെ രൂപം കൊടുത്ത് പിന്നെ അതിൽ അവർക്ക് കിട്ടിയ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും സന്ദേശം കിട്ടുന്നു എന്നുള്ളതാണ്. സന്ദേശം കിട്ടുന്നത് കുഴപ്പമില്ല. എല്ലാവർക്കും പടങ്ങൾ വരയ്ക്കാനുള്ള മെസ്സേജ് കിട്ടുന്നു. ആ പടങ്ങൾ വരയ്ക്കുന്നു, പുസ്തകം അടിച്ചിറക്കുന്നു, സന്ദേശങ്ങൾ എഴുതി തീർക്കുന്നു. നിങ്ങൾക്കറിയാലോ, ഒരു വിശുദ്ധ മരിച്ചതിന് ശേഷം വിശുദ്ധയെന്ന് നാമകരണം ചെയ്തപ്പെട്ടതിന് ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനമ്മയുടെയൊക്കെ പഠനങ്ങളും ഈ ചിത്രമൊക്കെ മാർപ്പാപ്പന്മാരെ അംഗീകരിക്കുന്നത്. അതുപോലെ തന്നെ റോസാമിസ്റ്റിക് മാതാവിൻ്റെ ഡിവോഷൻ, മെജിഗോറിയയിലെ സന്ദേശങ്ങൾ, ഫാത്തിമ, ലൂർദ്, ഇതൊക്കെ അത്രയ്ക്കും വ്യക്തമായിട്ട് അത്ഭുതങ്ങൾ നടക്കുകയും ഈ പ്രത്യക്ഷപ്പെട്ട ആളുകൾ മുഴുവൻ വിശുദ്ധരായി തീരുകയും അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടുള്ളവർക്ക് അതിൻ്റേതായ സന്ദേശങ്ങളും അങ്ങനെ ലോകത്ത് മൊത്തമായി നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് സഭാപിതാക്കന്മാർ അതിനെ വീക്ഷിച്ച് പരിശോധിച്ച് സത്യമാണെന്നറിഞ്ഞ സംഭവങ്ങളെ നമ്മളൊരു ഡിവോഷനായിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ. അതല്ലാതെ ഈ ആലസ്യച്ചിക്ക് ഒരു ദർശനം കിട്ടി, കർത്താവ് പറഞ്ഞ് ഇന്നൊരു പടം വരയ്ക്കാൻ, ഇങ്ങനൊരു സന്ദേശം തന്നു, എൻ്റെ കുഞ്ഞേ നീ ഇങ്ങനെ പറയുക,
എൻ്റെ മകളെ നീ ഇങ്ങനെ പറയുക എന്നൊരു സന്ദേശം കിട്ടി. അത് എഴുതി അച്ചടിച്ച് പുസ്തകമാക്കി. പിന്നെ 2 വർഷം കൊണ്ട് എല്ലാ സംഭവങ്ങളും നടന്നു. ഇതിൻ്റെ പിന്നിൽ നമ്മൾ വളരെയധികം ചിന്തിക്കണം. നമുക്ക് ഓൾറെഡി ഒരു ക്രിസ്ത്യാനിക്ക് നല്ല രീതിയിൽ ജീവിക്കേണ്ടതായിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും ഡിവോഷൻസും ഇപ്പോൾ ഉണ്ട്. ഇനി അവസാന കാലത്ത് പുതിയതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. മനുഷ്യർ നെട്ടോട്ടോടാണ്. അവിടെ ഇങ്ങനെയുണ്ട്, ഇവിടെ ഇങ്ങനെയുണ്ട്. എന്നിട്ട് നോക്കുമ്പോഴോ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഈശോ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രബോധനങ്ങളെയും ഡിവോഷനുകളെയും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളെ വഴിതെറ്റി ചിന്തിക്കും. ഇപ്പോൾ തന്നെ കണ്ടു, നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം പലതരത്തിൽ ചൊല്ലിക്കും. അപ്പോൾ വചനം തെറ്റായി ചൊല്ലുമല്ലോ. അപ്പോൾ സാത്താന് കയറാനിടയായി. പഠിപ്പിച്ച പോലെയൊന്നല്ല നന്മ നിറഞ്ഞ മറിയമ്മ ചൊല്ലുന്നത്. ഭക്തി പാരവശ്യം അങ്ങോട്ട് കൂടിയിട്ടേ എന്തൊക്കെയാണ് നന്മ നിറഞ്ഞ മറിയമ്മത്തിൽ മാറ്റം വരുത്തുന്നത്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഭക്തി കൂടി പലതിൻ്റെ പിന്നാലെ പോയിട്ട് സത്യത്തിനെ വളച്ചൊടിക്കുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകരുത്. നമ്മുടെ ഏക ഭക്തമാർഗം പരിശുദ്ധ കുർബാനയാണ് സഹോദരങ്ങളെ. ഇനി പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ബലിയാണ്, പരിശുദ്ധ ഭയങ്കര സമർപ്പണമാണ്. ഇങ്ങനെ വാക്കുകൾ മാറ്റി പറഞ്ഞിട്ട് ഇത് ഇന്ന ആൾക്ക് ഇങ്ങനെ ദർശനം കിട്ടി, അതിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന തന്നെ, യേശുവിൻ്റെ ബലി. അതാണ് ഏറ്റവും യോഗ്യതയോടുകൂടി സ്വീകരിക്കേണ്ട ആദ്യത്തെ ഭക്ത മാർഗം. പിന്നെ പരിശുദ്ധ ജപമാല. അന്ത്യകാലത്ത് ജപമാലയാണ് പരിശുദ്ധ അമ്മ എല്ലാ പ്രത്യക്ഷീകരണങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ജപമാലേനെ വളച്ചൊടിച്ച് ഇന്ന ആൾക്ക് ഇവിടെ കിട്ടി, ഇവിടെ ഇങ്ങനെ കിട്ടി, ഈ ജപമാല ചെല്ലാൻ പറഞ്ഞു, ആ ജപമാല ചെല്ലാൻ പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളുടെ പിന്നാലെ പോകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് 2 കൊല്ലം കൊണ്ട് മാനസാന്തരം വന്ന ഒരു വ്യക്തിക്ക് ദർശനം കിട്ടി, സന്ദേശം കിട്ടി, ഒരു അത്ഭുതം നടന്നു, അത് കഴിഞ്ഞു പുസ്തകമായി രൂപീകരിച്ചു, അവിടെ ഭയങ്കര സംഭവമായി. നമ്മുടെ സഭ അതൊരിക്കലും അത് സ്വീകരിക്കില്ല. സഭ അങ്ങനെ നമ്മളോട് ഒരിക്കലും നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഏതൊരു സംഭവങ്ങളും നമ്മൾ സ്വർഗത്തിൽ നിന്നുള്ളൊരു അടയാളം പോലെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അത് കിട്ടിയിട്ടുള്ള വ്യക്തിയുടെ ജീവിതം, വ്യക്തിപരമായ ജീവിതം നമ്മൾ നോക്കണം. ഇപ്പം ഇങ്ങനെ പിക്ചറുകൾ കിട്ടി അടിച്ചിറക്കിയതൊക്കെ അവരുടെ തന്നെ ടീമുകളിൽ പല അസ്വസ്ഥതകളാണ്. അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അതുപോലെ ക്ലാരിഫിക്കേഷൻ ഇല്ല. ഇതൊന്നും ഒരു വിശുദ്ധരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ രചിക്കുകയോ ഡിവോഷനുകൾ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കരുതിയിരിക്കണം. ഇതല്ല ഈശോ നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ഇന്ന് അവർ രചിച്ച കാര്യങ്ങൾ ഒരു 60 കൊല്ലം കഴിയട്ടെ, അവർ ജീവിച്ച് വിശുദ്ധരാവട്ടെ, എന്നിട്ട് സഭ പഠിക്കട്ടെ, അപ്പോൾ സഭ പ്രഖ്യാപിക്കും. അപ്പോഴേ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാൻ പാടുള്ളൂ. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് നമ്മുടെ സഭ തരുന്ന വിശ്വാസങ്ങളുണ്ട്. കാതറിൻ ലെബോറയ്ക്ക് കൊടുത്ത മെഡല് അതിൽ പറയുന്നുണ്ടല്ലോ, പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈശോ വന്നത്. കുരിശിൻ്റെ ആൾ വന്നത് ഈ കുരിശിൻ്റെ ആളുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ എമ്മിൽ കൂടെ തന്നെ വേണം, മേരിയിൽ കൂടെ. അത് പിതാവായ ദൈവം നിശ്ചയിച്ചിട്ടതാ. അതെല്ലാവർക്കും അറിയാലോ. ഇനി അതിനെ മാറ്റി മറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞേ, എൻ്റെ മകനെ, എൻ്റെ മകളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ സന്ദേശം കിട്ടിയിട്ടുണ്ട്, അങ്ങനെ സന്ദേശം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുസ്തകങ്ങൾ ഇങ്ങനെ അടിച്ചിറക്കുന്നു, പടങ്ങൾ ഇങ്ങനെ അടിച്ചിറക്കുന്നു. അതിൻ്റെ പിന്നിൽ വലിയൊരു അപകടം പതിയിരിപ്പുണ്ട്. അപ്പം നിങ്ങളോട് ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, ആലീസാൻഡി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് വിശുദ്ധരുടെയോ ദൈവദാസന്മാരെന്ന ദൈവദാസികളെന്ന് സഭ പ്രഖ്യാപിച്ചിട്ടുള്ളവരുടെയോ പഠനങ്ങളാണ്. അവർക്ക് കിട്ടിയിട്ടുള്ള ഭക്തികളാണ്, അവരോട് കൊടുത്ത പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഇങ്ങനെ, അത് വിചാരിച്ച് എല്ലാവർക്കും കൊടുത്ത പ്രാർത്ഥനകൾ ഒരു ദിവസം ചൊല്ലാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും വലിയ ഒരുക്കം നമ്മുടെ ജീവിതത്തിലാണ്. പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്ത ഒരു കൂട്ടായ്മയിൽ നിന്ന് എങ്ങനെയാണ് ഒരു വലിയ ഡിവോഷൻ വരിക? പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കൂട്ടായ്മയിൽ നിന്ന്
അത് നമ്മൾ വളരെയധികം ചിന്തിക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഇത്രയും ബോധ്യം തരാനേ കഴിയുള്ളൂ. ഇത് ഈശോ എന്നോട് ശക്തമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ട വിശ്വാസവും ബോധ്യവും ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ നിങ്ങൾ പരിഹാരം ചെയ്യാൻ പറഞ്ഞാൽ പരിഹാരം ചെയ്യുക. അനുദപിക്കാൻ പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്തു പോയെന്ന് അനുദപിക്കുക. ഇനി പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂദാശകളിലൂടെ കടന്നു പോവുക. ദിവ്യബലി യോഗ്യതയോടുകൂടി ഉൾക്കൊള്ളുക. ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. ഭയങ്കര കാര്യങ്ങളും പ്ലാൻ ആൻഡ് പ്രോജക്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് ആവശ്യത്തിലിരിക്കുന്നൊരു സഹോദരിയെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ നിൻ്റെ ഡിവോഴ്സിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊന്ന് ചിന്തിക്കണം. ഈ ഒരു അപകടം ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഈശോ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര ശക്തമായിട്ട് പറയുന്നത്. വഴിതിരിഞ്ഞു പോകരുത്. സത്യവിശ്വാസത്തിൽ നിലനിൽക്കുക. നമുക്കുണ്ട് ദൈവകരുണയെക്കുറിച്ച് ഹോസ്റ്റിനൈലൂടെ തന്നിട്ടുണ്ട്. കരുണയുടെ അമ്മയാണ് ഈ ദൈവമാതാവ്. ഇനി വേറൊരു കരുണയുടെ അമ്മ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അമ്മ അമരോത്ഭവയാണ്, പിന്നെ അമ്മ ഉത്ഭവഭാവമില്ലാത്തവളാണ് എന്ന് പറഞ്ഞ് വേറൊരു ഡിവോഷൻ വേണ്ട. ഇതൊക്കെ ഓൾറെഡി തന്നു കഴിഞ്ഞു പല വിശുദ്ധരിലൂടെ. ഇനി അവരിൽ കൂടെ എന്താണ് കൊടുത്തത് എന്ന് വ്യക്തമായി പഠിച്ച് അതനുസരിച്ച് നമ്മൾ അന്ത്യകാലത്തേക്ക് വേണ്ടി ഒരുങ്ങണം. ആലസ്യച്ചിയുടെ ഉദ്ദേശവും ലക്ഷ്യവും ഒന്നേ ഉള്ളൂ കേട്ടോ. മനുഷ്യർ മാപ്പ് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് എളിമപ്പെട്ട് വരണം. അതിനാണ് ഞാൻ നിങ്ങളെ ഒരുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ബുക്കുകൾ വിൽപ്പന നടത്തണമെന്നോ അല്ലെങ്കിൽ വേറെ പല റീച്ച് കയറ്റണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ല. കാരണം എൻ്റെ ഭൗതികമായിട്ടുള്ള ജീവിതവും ലക്ഷ്യവും ഒക്കെ വെട്ടിക്കടഞ്ഞ് ഇപ്പോൾ എലിസബത്ത് സാൻഡ്രയോട് കർത്താവ് പറഞ്ഞു, സ്വയം പരിത്യജിക്കണം. സ്വയം പരിത്യജിച്ചിട്ട് നീ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. ഇതിൽ വ്യക്തമായിട്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സകലതും പരിത്യജിക്കുക എന്നത് അത്ര എളുപ്പമല്ല സഹോദരങ്ങളെ. അത് ചിലർക്ക് മാത്രം കിട്ടുന്ന ഗിഫ്റ്റാണ്. അത് ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിൽ കർത്താവ് എല്ലാം ശൂന്യമാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലാണ് നിങ്ങൾക്കിതിനെക്കുറിച്ച് പെട്ടെന്ന് പിടികിട്ടുള്ളൂ. സ്വയം പരിത്യജിക്കുക. നമ്മൾ ഒന്നല്ലാതാകും, ശൂന്യമാകും. ആ ശൂന്യതയുടെ പോയിന്റിൽ നിന്നാണ് ദൈവം സംസാരിക്കാൻ തുടങ്ങുക. ലക്ഷ്യങ്ങളില്ല, നമ്മുടേതായിട്ടുള്ള ഒന്നുമില്ല. ആ അവസ്ഥയിലാണ് ദൈവത്തിന് വേണ്ടി നമുക്ക് പൂർണ്ണമായി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്വയം പരിത്യജിക്കൽ, എങ്കിൽ മാത്രമേ എൻ്റെ കണ്ണിൽ നിൻ്റെ പ്രവൃത്തികൾ വിലയുള്ളതാകൂ. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കണം. എനിക്ക് വീണ്ടും എടുത്തു പറയേണ്ട കാര്യം, വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചവരും വാഴ്ത്തപ്പെട്ടവരെന്ന് പ്രഖ്യാപിച്ചവരുടെയും പഠനങ്ങളും ഡിവോഷനുകളെയും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ പലതും എഴുതിയുണ്ടാക്കും. അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. അതാകെ നമ്മളെ വഴിതെറ്റിക്കും. അതുകൊണ്ട് നിങ്ങളിത് കേട്ട് ചിന്തിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പരിചയപ്പെടുത്തി തന്ന പുസ്തകങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ വിട്ട് ഒരു പുസ്തകങ്ങളും വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വാങ്ങരുത് എന്നും പറയുന്നില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പുസ്തകമാണ് അവരവരുടെ ഇഷ്ടം നിങ്ങൾക്ക് വാങ്ങാം. എൻ്റെ വീട്ടിലത്തെ ലൈബ്രറിയിൽ കുറേ പുസ്തകങ്ങളുണ്ട്. ഞാനൊരു പുസ്തകപ്രേമി ആയതുകൊണ്ട് വർഷങ്ങളോളം ഞാൻ പുസ്തകം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതെൻ്റെ പേഴ്സണൽ ഇഷ്ടം. ഞാൻ നിങ്ങൾക്ക് പൊതുവായിട്ട് തന്നത് അന്ത്യകാലത്തേക്കുള്ള ഒരുക്കത്തിന് ഈ പുസ്തകങ്ങൾ വാങ്ങി വെച്ചാൽ നല്ലതാണെന്ന് മാത്രമേ ആലീസ് ആൻറ്റി പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഈ തിരുമുഖത്തിൻ്റെ അത് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഞാൻ പരിചയപ്പെടുത്തിയ പുസ്തകമല്ല ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് തിരുമുഖ ഭക്തി എന്ന് പറഞ്ഞിട്ട്. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ശക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് അങ്ങനെ ഞാൻ അലിസാൻറ്റി പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ അവരെ തെറ്റിത്തിരുത്തിയിട്ടുണ്ട്. ഈ 3-4 പുസ്തകങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലല്ലോ എന്ന്. അപ്പോൾ അവർ തെറ്റിത്തിരുത്തിയിട്ട് വീണ്ടും അങ്ങനെ ഞാൻ പറഞ്ഞത് മാത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റു പലരും ഇതേപോലെ മറ്റുള്ള പുസ്തകങ്ങളിട്ട് അലിസാൻറ്റി പരിചയപ്പെടുത്തിയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് മീഡിയ. എല്ലാവരുടെ വാട്സപ്പിലും വരുന്നുണ്ട്. അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. അപ്പം ഞാൻ ഈ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഞാൻ പറയുമ്പോൾ വീണ്ടും നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഞാൻ ഏതാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ പറയാത്ത പുസ്തകങ്ങൾ ഇങ്ങനെ വാട്സപ്പിൽ കൂടെ വരുമ്പോൾ നിങ്ങൾക്കറിയാം. ഇത് കണ്ടിട്ട് തന്നെയാണ് എന്നെ പലരും വിളിച്ച് ചോദിച്ചത്, ചേച്ചി ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ.
അപ്പോൾ അതുകൊണ്ട് ആ സംശയം തീർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഞാൻ ഈ സ്നേഹാഗ്നി ജ്വാലയെക്കുറിച്ച് നിങ്ങളോട് അടുത്ത പങ്കുവയ്ക്കലിൽ പറയാം. ഈ കാലഘട്ടത്തിൽ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞ് ജാഗരൂകമായിരിക്കും. നമുക്ക് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അടുത്തേക്ക് അനേക ആത്മാക്കളെ എത്തിക്കാനായിട്ട് നമുക്കും എന്തും ചെയ്യാം. പറ്റാവുന്നതൊക്കെ നിങ്ങളും ചെയ്യാം, ഞാനും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലം ദൈവം നമുക്ക് തരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.